നോക്കൂ കേണൽ ഡിന്നി, ഈ റഷ്യ ബന്ധത്തിലും അമേരിക്കയുടെ ഇരട്ടത്താപ്പ് അത് വെളിച്ചത്തായിരിക്കുകയാണ്. ഇപ്പം ഭാരതം റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന് അമേരിക്ക പിഴത്തീരുവ ചുമത്തിയിരുന്നു. എന്നാൽ റഷ്യയിൽ നിന്നുള്ള അമേരിക്കയുടെ ഇറക്കുമതി അത് 2025 അതിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ട്രംപ് അധികാരത്തിൽ വന്ന 2025 ജനുവരി മുതൽ മെയ് 25 വരെ 23% വളർച്ചയാണ് ഇറക്കുമതിയിൽ രേഖപ്പെടുത്തിയത്. മാത്രമല്ല, ഈ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ റഷ്യക്ക് ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക എണ്ണ ഇറക്കുമതി കുറച്ചിരുന്നു. എന്നാൽ ഈ എണ്ണ ഇറക്കുമതി വന്ന കുറവ് അത് നികത്തിയത് യുറേനിയം, പല്ലാഡിയം, വളം എന്നിവ വൻതോതിൽ ഇറക്കുമതി ചെയ്തുകൊണ്ടാണ് അത് പരിഹരിച്ചത്. യുക്രൈൻ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ തന്നെയാണ് അമേരിക്ക റഷ്യയിൽ നിന്നും ഇറക്കുമതി വൻതോതിൽ നടത്തിയത് എന്നതും ശ്രദ്ധേയമാണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്ന നിർദ്ദേശം അംഗീകരിക്കാതിരുന്നതിനെ തുടർന്നാണ് ഇപ്പോൾ ഭാരതത്തിന് അധിക താരിഫ് ചുമത്തിയത്. പുറമെ റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനെതിരെ പ്രത്യേക പിഴയും ചുമത്തിയിരിക്കുന്നു. യുക്രൈൻ അനുകൂല നിലപാട് സ്വീകരിക്കുന്ന വേളയിൽ തന്നെയാണ് വൻതോതിൽ അമേരിക്ക റഷ്യയിൽ നിന്നും ഇറക്കുമതി നടത്തിയത്. അപ്പോൾ നോക്കൂ, ഈ പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ ഇരട്ടത്താപ്പ് ഇവിടെയും വ്യക്തമാവുകയല്ലേ? ശ്രീ അനിൽ, പണ്ട് അമേരിക്കയുടെ ഒരു നയമുണ്ടായിരുന്നു. അതായത് അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയായിരുന്നു: വി വിൽ ഫോളോ ആർ ഇൻട്രസ്റ്റ്. ഞങ്ങൾ ഞങ്ങളെ താല്പര്യങ്ങളെ പിന്തുടരും. യു ഫോളോ ആർ എന്താ പറഞ്ഞ വേർച്യൂസ്, അല്ലെങ്കിൽ എന്താ പറഞ്ഞ അതിന്റെ ഒരു ബിലീഫ് ഉണ്ടല്ലോ. അതായത് ഞങ്ങളെ താല്പര്യത്തിനെ പിന്തുടരും, ഞങ്ങൾ പറയുന്ന മോറൽസിനെ പിന്തുടരുക എന്നുള്ളതാണ് അതിന്റെ ഒരു തത്വം. അതായത് ഞങ്ങൾ ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കും, പക്ഷെ ഞങ്ങൾ പോയി രാജ്യത്ത് അവിടെ പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ അത് ഞങ്ങളുടെ താല്പര്യമാണ്, അവിടെ പോയി പ്രശ്നമുണ്ടാവും. പക്ഷെ നിങ്ങൾ ജനാധിപത്യമായിരിക്കണം. അപ്പൊ ഞാൻ യുദ്ധത്തിന് വേണ്ടി ചിലപ്പോൾ യുദ്ധം തുടങ്ങും, അത് എന്റെ ഇൻട്രസ്റ്റ് ആണ്, പക്ഷെ നിങ്ങൾ യുദ്ധമൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു നയമായിരുന്നു പണ്ട് തൊട്ടേ അമേരിക്കക്കുള്ളത്. ഇവിടെ തന്നെ നോക്കൂ, യുക്രൈൻ റഷ്യ വാറിൽ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ അമേരിക്കയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നു. അമേരിക്ക വിചാരിച്ചിരുന്നെങ്കിൽ ഈ യുദ്ധം നടക്കത്തില്ലായിരുന്നു എന്നതിനകത്ത് യാതൊരു സംശയമില്ല. എന്തായിരുന്നു റഷ്യയുടെ റിക്വയർമെന്റ്? റഷ്യയുടെ റിക്വയർമെന്റ് യുക്രൈൻ നാറ്റോയിൽ ചേരത്തില്ല എന്നുള്ളൊരു ഗ്യാരണ്ടി ആയിരുന്നു. അത് അമേരിക്ക ഫസ്റ്റ് ഡേ പറയുകയാണ്, ഞങ്ങൾ യുക്രൈനിന് ഇതിന്റെ ഭാഗമാകത്തില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ യുദ്ധം നടക്കത്തില്ലായിരുന്നു. വ്ളാഡിമിർ പുടിൻ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കത്തില്ല. പക്ഷെ അത് ജോ ബൈഡൻ ആ സമയത്തും പറഞ്ഞില്ല. അവർക്ക് യുദ്ധം വേണമായിരുന്നു. കാരണം അവരുടെ ഒരു മിലിറ്ററി ഇൻഡസ്ട്രി കോംപ്ലക്സിൽ അവരുടെ ആയുധങ്ങൾ പോകാൻ വേണ്ടി ആ ഒരു കാര്യത്തിലേക്ക്, ആ യുദ്ധത്തിലേക്ക് കൊണ്ടുപോയി. ഇപ്പൊ ഇത്രയും വർഷമായി റഷ്യ പിടിച്ചു നിന്നു. റഷ്യ നിങ്ങൾ ഉപരോധമൊക്കെ ചെയ്തു, പക്ഷെ റഷ്യക്ക് ഒന്നും സംഭവിച്ചില്ല. റഷ്യക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ റഷ്യക്ക് തകർന്നു പോകും എന്നിട്ട് ഒരു കാര്യവും നടന്നിട്ടില്ല. അവര് യുക്രൈന്റെ ഏകദേശം ഒരു 20-22% ഭൂമി കൈയടത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം റഷ്യയുടെ ഭാഗത്ത്. ബാക്കി അവർ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള എല്ലാ ട്രേഡ് കരാറുകളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ ആഫ്രിക്കയുമായിട്ട് അവരുടെ കരാർ നടക്കുന്നുണ്ട്. അപ്പോൾ റഷ്യയെ സംബന്ധിച്ചോളം നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവർക്ക് അങ്ങ് തകർന്നു പോകുന്നുള്ള അത് അമേരിക്കക്ക് നടന്നില്ല. ഇതേ സമയം ശ്രീ അനിൽ പറഞ്ഞ പോലെ വളരെ ശരിയാണ്, ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ US-ഉം റഷ്യയും തമ്മിലുള്ള വ്യാപാരം നടക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം എനിക്ക് തോന്നുന്നു ഏകദേശം $3 ബില്യൺ ട്രേഡാണ് US-ഉം റഷ്യയും തമ്മിൽ നടക്കുന്നത്. US ആണ് യുക്രൈന് ആയുധം കൊടുക്കുന്നത് റഷ്യക്ക് അഗേൻസ്റ്റ് ഫൈറ്റ് ചെയ്യാൻ. എന്നിട്ട് നമ്മളടുത്ത് പറയാണ്, നിങ്ങൾ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കാൻ പാടില്ല, അത് നിങ്ങൾ യുക്രൈനിൽ മരിച്ചു വീഴുന്നവരുടെ കണക്ക് പറയണമെന്ന്. ഈ മരിച്ചു വീഴുന്ന കണക്കിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം അമേരിക്കക്കല്ലേ? അവരല്ലേ യുക്രൈന് ആയുധം കൊടുക്കുന്നത്? അവരല്ലേ യുക്രൈനെ നാറ്റോയിൽ ചേർക്കാമെന്ന് പറഞ്ഞ ആ ഒരു ആംബിഗ്യൂറ്റി വെച്ചത്? അവരല്ലേ റഷ്യയും ആയിട്ടുള്ള കരാർ നടത്തുന്നത്? എന്നിട്ട് നമ്മളെടുത്ത് പറയുക. അപ്പൊ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ഞങ്ങളെ താല്പര്യം നോക്കും, നിങ്ങൾ ഞങ്ങളെ മോറൽ വാല്യൂസ് ഫോളോ ചെയ്യണം. അതായത് ഞങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ കേട്ടണം. അതെന്തായാലും നടക്കത്തില്ല. അപ്പം അത് അന്ന് റഷ്യയുടെ ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് നമ്മളോട് അവർ സഹകരിച്ചു. US, നിങ്ങൾ ഓയിൽ വാങ്ങിച്ചോ, കാരണം അത് അവിടെ ഓയിൽ ബാലൻസ് ചെയ്യണം, ഓയിൽ പ്രൈസ് ബാലൻസ് ചെയ്യണമായിരുന്നു. അന്ന് അവരൊന്നും പറഞ്ഞില്ല. അപ്പൊ ഇപ്പം പറയാണ് പെട്ടെന്ന് ട്രംപിന്, പാകിസ്ഥാനിലെ ഓയിൽ വരുന്നു പോന്നു, നിങ്ങൾ റഷ്യ എന്ന് വാങ്ങിക്കാൻ പാടില്ല. അതൊക്കെ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ കേൾക്കുക. ഞാൻ പറഞ്ഞ പണ്ട് നമ്മൾ അത്രയ്ക്ക് കേൾക്കത്തില്ലായിരുന്നു. നമ്മൾ ആത്മാഭിമാനമുള്ള
ഭാരതീയർ തന്നെയാണ്. അതിപ്പം ആ രീതിയിൽ ഞാൻ പറയാം. ഞാൻ ഒരു ഉദാഹരണം പറയാം ഷാനിൽ. ISRO ഇതേ US നമുക്ക് ക്രയോജനിക് എഞ്ചിൻ തരാതെ നടന്നിരുന്നു. നമ്മുടെ ഡോക്ടർ അബ്ദുൽ കലാം ഒക്കെ റോക്കറ്റ്സിന് ഒക്കെ പോയ സമയത്ത് അതിന് തന്നേയില്ല. അപ്പൊ അവരൊന്നും ശരി നിങ്ങൾ തരണ്ട, ഞങ്ങൾ തന്നെത്താൻ ഉണ്ടാക്കാന്ന് പറഞ്ഞ് ഇന്ന് ഈ നമ്മൾ സ്പേസിനെ കുറിച്ച് സ്പേസ് ടെക്നോളജി ഇത്രയും മുൻപന്തി വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു താങ്ക്സ് അമേരിക്കക്ക് പറയണം. കാരണം അമേരിക്ക അന്ന് ടെക്നോളജി തന്നിരുന്നെങ്കിൽ നമ്മൾ ഇപ്പോഴും ഇവിടെ തന്നെ നിന്നാനെ നമ്മൾ മുന്നോട്ട് പോകത്തില്ലെന്ന്. അതുപോലെ തന്നെയാണ് ഞാൻ ഇപ്പോഴത്തെ കാര്യം കാണുന്നത്. ഈ ഒരു ക്രൈസിസിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്, ഒരു അവസരമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം നമ്മൾ എപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മൾ ഭാരതീയർ പ്രൂവ് ചെയ്തിട്ടുള്ളത്. അപ്പം അമേരിക്ക എന്ത് വേണമെങ്കിലും പറഞ്ഞു. ഞാൻ ആക്ച്വലി അമേരിക്ക എന്ന് പറയുന്നതിനെക്കാട്ടി എനിക്ക് ട്രംപ് എന്ത് വേണമെന്ന് പറയുന്നത് കുറച്ച് ബെറ്റർ. കാരണം അമേരിക്കയിൽ ഇപ്പോഴും ഈ കാര്യങ്ങളൊക്കെ കുറച്ച് ബാലൻസ്ഡ് ആയിട്ട് കാണുന്ന ആളുകളുണ്ട്. അവരുടെ തന്നെ ഒഫീഷ്യൽസ് അദ്ദേഹം പറയുന്നത് എന്താണ് അല്ലെങ്കിൽ ചെയ്യുന്നത് എന്താണെന്നൊക്കെ കുറച്ച് ജസ്റ്റിഫൈ ചെയ്യാൻ വളരെ പാടുപെടുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് അമേരിക്ക എന്നുള്ള വേർഡ് ഞാൻ യൂസ് ചെയ്യുന്നതിന് പകരം ഇറ്റ് ഇസ് ബെറ്റർ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് എന്താണെന്ന്. അപ്പൊ അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഷാനിൽ, ഇതിനെല്ലാം മാറ്റം വരും. കാരണം ചൈനയുമായിട്ട് ഇതേ രീതിയിൽ തന്നെ ആയിരുന്നു എത്രയോ 300%, 200% ടാക്സ് ഒക്കെ എന്ന് പറഞ്ഞിട്ട് അവസാനം ഇപ്പൊ താഴെ വന്നിട്ടുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഭാരതമായിട്ട് അത് താഴെ വരും. ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞത് ഞാൻ അതിനു മുൻപ് പറഞ്ഞ കാര്യവും സെയിം തന്നെയാണ്. ഇത് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ഈഗോ ഹേർട്ട് ആയിട്ടുണ്ട്. അദ്ദേഹത്തിന് ക്രെഡിറ്റിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അദ്ദേഹം നോബൽ പീസ് പ്രൈസിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നു, എനിക്ക് ആരും ക്രെഡിറ്റ് തരുന്നില്ല എന്ന് അദ്ദേഹം പലവട്ടം പറഞ്ഞിട്ടുണ്ട്. 29 പ്രാവശ്യമാണ് അദ്ദേഹം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കാട്ടി 100 ടൈംസ് എങ്കിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ നോക്കൂ എല്ലാ സ്ഥലത്തും സമാധാനത്തിന് വേണ്ടി ചെയ്യുന്നു, പക്ഷെ എനിക്ക് ആരും ക്രെഡിറ്റ് തരാനില്ല എന്നുള്ളത്. അവിടെ ഭാരതം ആക്ച്വലി പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു കാര്യത്തിൽ ഒരു ഔൺസ് ഓഫ് ക്രെഡിറ്റ് പോലും കൊടുത്തില്ല. അതാണ് അദ്ദേഹത്തിന് പറ്റിയ ഏറ്റവും വലിയൊരു ദേഷ്യം. അതായത് എനിക്ക് എന്തെങ്കിലും ഒരു ക്രെഡിറ്റ് നിങ്ങളൊന്ന് പറഞ്ഞു തരൂ എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം അത് ആശിച്ചു, പക്ഷെ അത് ചെയ്തില്ല. അതിന്റെ കുഴപ്പം അദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു. ആക്ച്വലി ഈ യുദ്ധം ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് 2 DGMO സംസാരിച്ച് കഴിഞ്ഞ ഉടനെ അദ്ദേഹമാണ് ആദ്യം ട്വീറ്റ് ചെയ്യുന്നത്, ഞാൻ രണ്ടുപേരെടുത്തും പറഞ്ഞു എന്ന്. എവിടെയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്? നമ്മള് പാകിസ്ഥാനെ സ്ട്രൈക്ക് ചെയ്തിട്ട് നമ്മൾ തന്നെ അവരുടെ DGMO വിളിച്ച് പറഞ്ഞു, നോക്കൂ ഞങ്ങൾക്ക് യുദ്ധത്തിൽ താല്പര്യമില്ല, ഞങ്ങൾ നിങ്ങളെ ടെററിസ്റ്റ് ക്യാമ്പ് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് യുദ്ധത്തിൽ താല്പര്യമില്ല നമ്മൾ തന്നെയാണ് അങ്ങോട്ട് പറഞ്ഞത്. അപ്പൊ പിന്നെ നമുക്ക് എന്താണ് യുദ്ധത്തിന് ആവശ്യം? അപ്പൊ ഇത് കഴിഞ്ഞ ഉടനെ ഒരു ട്വീറ്റ് ഇട്ട് ഞാൻ വലിയ കാര്യം എന്തോ ചെയ്തു. അവിടെയാണ് ആക്ച്വലി ആ പ്രശ്നം പറ്റിയത്. അദ്ദേഹം പറഞ്ഞ് അടങ്ങിയിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരു നയതന്ത്രപരമായിട്ടുള്ള കാര്യം പറയാമായിരുന്നു. അതായത് പാകിസ്ഥാനെ പറഞ്ഞ് മനസ്സിലാക്കിയത് അമേരിക്കയാണെന്ന് നമുക്ക് കറക്റ്റ് ആയിരിക്കും. ചിലപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കിയൊന്നുമല്ല, പാകിസ്ഥാൻ നന്നായിട്ട് അറിയായിരുന്നു. വരണ്ട് ഓടിയതിന് എന്താ പറഞ്ഞ ഒരു ഹെൽപ്പ് എന്നുള്ള രീതിയിലായിരിക്കും അമേരിക്ക ചെയ്തത്. ഞാൻ പറഞ്ഞ് ഇനി നിങ്ങൾ കൂടുതൽ ആളാവണ്ട എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും പറഞ്ഞത്. പക്ഷെ അവിടെ അഗെയിൻ നോക്കൂ, ഡോക്ടർ ഭവൻ വർഗീസ് മറ്റുള്ള എല്ലാവർക്കും അറിയാം, പണ്ടൊക്കെ ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ ഒരു അടച്ച മുറിയിലിട്ടായിരുന്നു നമ്മളൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ ഡൊണാൾഡ് ട്രംപ് ഡിപ്ലോമസി ചെയ്യുന്ന ട്വിറ്ററിലാണ്, അദ്ദേഹത്തിന്റെ സ്വന്തം പ്ലാറ്റ്ഫോമിലാണ്. അത് എന്ത് രീതിയിലുള്ള ഒരു ഡിപ്ലോമസിയാണ്? അപ്പം ഒരു നേതാവും മറ്റു നേതാവും തമ്മിലുള്ള സംസാരത്തിന്റെ ഒക്കെ ഉള്ള രീതിയിലേക്ക് മാറി അദ്ദേഹം എന്തും എവിടെയും എങ്ങനെയെങ്കിലും ട്വിറ്ററിലേക്ക് വന്ന് ചെയ്താൽ അത് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിന് വലിയൊരു പ്രോബ്ലമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഒരു വൺ ടൈം ഫിനോമിന എന്ന് പറയുന്നത്. അത് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രത്യേകത ഫിനോമിന മാത്രമാണ്. US ഇന്ത്യ റിലേഷൻസ് വളരെ സ്ട്രോങ് ആണ്. അത് ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ അത് US ഔദാര്യം കൊണ്ടല്ല, ഇന്ത്യയുടെ അർഹതപ്പെട്ട സ്ഥാനം അവർക്ക് നന്നായിട്ട് അറിയാം. ഇന്ത്യയുടെ ഈ ലോക ക്രമത്തിൽ ഇന്ത്യ എക്കോണമിക്കലി 4ാമത്തെ സ്ഥാനമാണ്, 3ാമത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. മിലിറ്ററി നമ്മൾ 4th ആണ്. അങ്ങനെ നമ്മുടെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ അവർക്ക് ആവശ്യമാണ്, നമ്മളെ മാർക്കറ്റ് അവർക്ക് ആവശ്യമാണ്. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ ഗ്ലോബൽ സൗത്തിൽ നമ്മളെ ആവശ്യമുണ്ട്. അങ്ങനെ പല കാര്യങ്ങളിലും ഭാരതത്തിനെ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് അവർക്ക് നമ്മുടെ ആവശ്യം. ആ ആവശ്യത്തിന് അതുപോലെ ഇന്ത്യയും നമ്മുടെ താല്പര്യം നോക്കുന്നു. പണ്ട് നമ്മൾ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു മോറൽ ഒരു രീതിയിലേക്ക് നമ്മൾ കാണുമായിരുന്നു ഡിപ്ലോമസി. അതായത് ശരി ആരുടെ പക്ഷത്താന്നൊക്കെ പറഞ്ഞു. അത് നമ്മൾ നേരെ തിരിച്ചായിരുന്നു പണ്ട്. അത് ഞാൻ പറയണ ശ്രീ അനിൽ, നമ്മൾ മോറൽ വാല്യൂസ് നോക്കുമായിരുന്നു, രാജ്യതാല്പര്യം നോക്കത്തില്ലായിരുന്നു. അപ്പൊ ഇന്ന് നമ്മളെ മോറലിലൊക്കെ എന്തായാലും ശരി, ഇപ്പൊ റഷ്യ യുക്രൈൻ വാറില് നമുക്ക് നമ്മുടെ ആവശ്യം ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മുടെ ആളുകൾക്ക് ഇവിടെ വില കുറഞ്ഞ് കാര്യങ്ങൾ കിട്ടുന്നെങ്കിൽ അത് നമ്മൾ ചെയ്യും. അത് നമ്മുടെ രാഷ്ട്ര താല്പര്യമാണ്. അപ്പം ഭാരതത്തിന്റെ രാഷ്ട്ര താല്പര്യം ചെയ്യും. ഭാരതത്തിനെ മേക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗൈൻ അത് ശ്രീ മോദിജി ചെയ്യും. അമേരിക്ക ഡൊണാൾഡ് ട്രംപിന് ലെറ്റ് ഹിം മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ അത് അദ്ദേഹം ചെയ്തോട്ടെ. പക്ഷെ നമ്മളെ കൊണ്ട് പറഞ്ഞ് ഇരുത്തി ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞാൽ അത് വെറും വ്യാമോഹമാണ്. അത് നടക്കാൻ പോകുന്നില്ല. ഭാരതത്തിന്റെ നല്ല രീതിയിൽ ഞാൻ പറഞ്ഞില്ല, ഓൾറെഡി നമ്മൾ ഇപ്പൊ ഈ ഒരു 10 ദിവസം കൊണ്ട് തന്നെ ആ ക്രൈസിസിന്റെ പല രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് ഡൊണാൾഡ് ട്രംപ് നന്നായിട്ട് അറിയാം. ഇപ്പൊ ഇവിടെ ഒരു ഡിജിറ്റൽ ടാക്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട്.
അത് ശ്രീ അനിൽ അറിയണം. അത് ഈ അമേരിക്കൻ കമ്പനീസിന്റെ ധാരാളം അഡ്വർടൈസ്മെന്റ്സ് വരുന്നത് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലൊക്കെ ആമസോണിലും മറ്റ് ഇങ്ങനത്തെയൊക്കെ ചാനൽസ് വരുന്നത്, ഈ മെറ്റയിലൊക്കെ വരുന്നത്, അതിന്റെ എല്ലാ പൈസയും പോകുന്നത് അമേരിക്കയിലാണ്. നമ്മളൊരു ചെറിയ ഡിജിറ്റൽ ടാക്സ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ അവിടുത്തെ കമ്പനികൾ അവരെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ ധാരാളം നമ്മളെ കയ്യിലും സ്ക്രൂസ് ഉണ്ട്. ഏത് രീതിയിൽ നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ള കാര്യം. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഇത് നീണ്ടു പോകുന്നു. ഒരു പരിഹാരം കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ടെമ്പററി ഒരു ഫേസ് ഓഫ് അദ്ദേഹത്തിന്റെ ഒരു ഈ മാസം തന്നെ അമേരിക്കയിൽ നിന്നൊരു സംഘം വരുന്നുണ്ടല്ലോ അല്ലേ? അതെ അതെ അതെ, ഈ മാസം തന്നെ വരുന്നുണ്ട്. അതെ, നമ്മൾ ആക്ച്വലി പറഞ്ഞ ഒരു വളരെ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു ട്രേഡ് അഗ്രിമെന്റ് ഒരു വക്കത്ത് നിന്ന സമയത്താണ് ഇദ്ദേഹം ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റുമായിട്ട് വന്നത്. അപ്പൊ രണ്ട് തരത്തിലുള്ള ഒഫീഷ്യൽസും കൊമേഴ്സ് മിനിസ്റ്റേഴ്സും അവരെല്ലാം നല്ല രീതിയിലുള്ള ഇതിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയോ ഷാനിൽ? അമേരിക്കക്ക് ഈ നമ്മുടെ കൃഷി ആ പ്രോഡക്ട്സിന് ഉള്ളിൽ കൺട്രോൾ വേണം. അതാണ് ആക്ച്വലി പ്രോബ്ലം. അതാണ് അവിടുത്തെ മെയിൻ പ്രോബ്ലം. നമ്മൾ ഒരു കാരണവശാലും നമ്മളെ കൃഷിക്ക് അതായത് നമ്മളെ 2 ഭാഗം നമ്മളെ GDP വരുന്നത് ഈ കൃഷി ഭാഗത്തു നിന്നാണ്. അത് നമ്മൾ ഒരു കാരണവശാലും നമ്മൾ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. ഏത് ഗവൺമെന്റ് ആയാലും ശരി അത് ചെയ്യാൻ പോകുന്നില്ല. നരേന്ദ്രമോദി സർക്കാരാണെങ്കിൽ ഒട്ടും ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പം അവിടാണ് അവർക്ക് പ്രശ്നം വരുന്നത്. അത് ഓപ്പൺ ചെയ്തു തരൂ. അതെങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും? ഇത് നമ്മൾ കർഷകരുടെ പ്രോഡക്ട്സിന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇക്കോണമി ആര് കൺട്രോൾ ചെയ്യും? അമേരിക്ക കൺട്രോൾ ചെയ്യൂ. നമ്മുടെ ഇക്കോണമി കൺട്രോൾ ചെയ്ത് നമ്മളെ കംപ്ലീറ്റ് ഈ രാജ്യത്ത് എന്താ നടക്കാൻ പോകുന്നത് നമ്മൾ എപ്പോഴും നമ്മളെ എക്കണോമിക് കൺട്രോൾ അവർ കൊടുക്കുമോ? ഒരിക്കലും ഇല്ല. അപ്പൊ ഇതൊക്കെ അവർക്ക് മനസ്സിലാക്കണം. ഇന്ന് ശരിയാണ്, നമ്മളും അവരും തമ്മിലുള്ള ഏകദേശം ഒരു $45 ബില്യൺ ഒരു ട്രേഡ് ഡെഫിഷ്യൻസി ഉണ്ട്. ശരിയാണ്. പക്ഷെ അതിനെ ഓവർകം ചെയ്യാൻ ധാരാളം മാർഗങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് നോക്കൂ, നമ്മൾ ധാരാളം ബോയിങ് ഫ്ലൈറ്റ് എയർക്രാഫ്റ്റ്സ് വാങ്ങിക്കുന്നുണ്ട്. നമ്മൾ അവരിൽ നിന്നുള്ള ഓയിൽ പ്രോഡക്ട്സ് നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും. അങ്ങനെ ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അതിനെ കുറച്ചു കൊണ്ടുവരാൻ. അപ്പം 2030 വരെ $500 ബില്യൺ പോകണം എന്നുള്ള രീതിയിലേക്ക് മാറ്റുകയാണെങ്കിൽ അത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആയിരിക്കണം. അത് വൺ സൈഡഡ് ഡൊണാൾഡ് ട്രംപ് ദ ബിസിനസ് മാൻ ആ രീതിയിലേക്കുള്ള ഒരു ബുള്ളിങ് ടാക്ടിക്സിലൂടെ അത് നടക്കാൻ പോകുന്നില്ല.